ഒരു ചോദ്യം, ആ ചോദ്യത്തെ ആസ്പദമാക്കി ആ ചോദ്യത്തെക്കുറിച്ച് ചിന്തിച്ചതിൻ്റെ ഫലമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയ ചില ചിന്തകൾ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ആഗ്രഹിക്കുക. ആമുഖമായി ഒരു കാര്യം പറയട്ടെ. ദൈവം ഒരാളെയും ലക്ഷ്യമില്ലാതെ സൃഷ്ടിച്ചിട്ടില്ല. ഒരു ദർശനമില്ലാത്ത ജീവിതമെന്ന് പറയുക ദിശയില്ലാത്ത കപ്പലിൻ്റെ ഒരു യാത്ര പോലെയാണ്. എന്നോട് ഒരു ചോദ്യം ചോദിച്ചത് ഒരു സ്ത്രീയായിരുന്നു. സംഭവിക്കുവാൻ പാടില്ലാത്ത ഒരു കാര്യം അതൊരു വിശുദ്ധമായ സ്ഥലത്ത് നടന്നതിൻ്റെ ദൃക്സാക്ഷിയായി നിന്ന ഒരു വിശ്വാസിയായ ഒരു സ്ത്രീ എന്നോട് ചോദിച്ചു, എന്തുകൊണ്ട് ഞാനും അതിന് ദൃക്സാക്ഷിയായിരുന്നതിനാൽ എന്തുകൊണ്ട് ഞാൻ അതിൽ ഇടപെട്ടില്ല? വീണ്ടും എന്നോട് ചോദിച്ചു, സ്ത്രീകൾ എന്ന നിലയിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ പ്രതികരിക്കണമെന്ന് തോന്നുമെങ്കിലും സഭയിൽ സംസാരിക്കുവാൻ സ്ത്രീകൾക്ക് അനുവാദമില്ല. അങ്ങനെയെങ്കിൽ സ്ത്രീകളായ ഞങ്ങളുടെ ദൗത്യം എന്താണ്? പ്രതികരിക്കണമെന്ന് അല്ലെങ്കിൽ ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിലും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന ഒരു ആത്മരോഷം അവിടെ നമുക്ക് കാണുവാൻ സാധിച്ചു. ആ സഹോദരി ഇങ്ങനെ തുടരുകയാണ്, ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് കൂട്ടായ്മയുണ്ട്, പക്ഷെ ഒന്നും തന്നെ ഞങ്ങൾക്ക് സമൂഹത്തിലോ അല്ലെങ്കിൽ സഭയിലോ ക്രിയാത്മകമായി ചെയ്യുവാൻ സാധിക്കാത്ത ഒരു ധാർമ്മിക രോഷത്തിൽ നിന്ന് ചോദിക്കുകയാണ്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സ്ത്രീകളായ ഞങ്ങളുടെ ദൗത്യം എന്താണ്? വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് അല്ലെങ്കിൽ ഒരു ചോദ്യമാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ വിഷയത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന സമയം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്, ലോകത്തിന്റെ വെളിച്ചമാണ് എന്നുള്ള ഒരു വചനമാണ് നൽകുക. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, വളരെ വ്യക്തമായ പദ്ധതിയോടുകൂടിയാണ് ദൈവം സ്ത്രീകളെ ഈ ലോകത്ത് തൻ്റെ പദ്ധതിക്കായി കാത്ത് കരുതി വെച്ചിരിക്കുക. അങ്ങനെയെങ്കിൽ ദർശനമില്ലാത്ത ഒരു ജനത നശിച്ചു പോകുന്നത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ലോകത്തിന്റെ പ്രകാശമാണ് എന്ന് വചനം പഠിപ്പിക്കുമ്പോൾ ആ ദൈവ ദർശനമുള്ള ഒരു ജനതയ്ക്ക് ചരിത്രം സൃഷ്ടിക്കുവാൻ സാധിക്കുമെന്നുള്ള ബോധ്യത്തിലാണ് നമ്മൾ ഇത് മുന്നോട്ട് പോവുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നോട് ഈ ചോദ്യം ചോദിച്ചത് ഒരു സ്ത്രീയായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ സകല വനിതകളോടും സകല സ്ത്രീകളോടും സകല സ്ത്രീകളുടെ കൂട്ടായ്മയോടും വളരെ വിനയത്തോടു കൂടി ഒരു ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്. ഈ സഹോദരി ചോദിച്ച അതേ ചോദ്യം. പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ ദൗത്യം എന്താണ്? അത് സഭയിലായിരിക്കാം,
കുടുംബത്തിലായിരിക്കാം, സമൂഹത്തിലായിരിക്കാം, ദൈവസന്നിധിയിൽ വളരെ കൃത്യമായും വ്യക്തമായും നിങ്ങൾക്ക് പദ്ധതിയുണ്ട്, നിങ്ങൾക്കൊരു ദൗത്യമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകണം. അതിനെ ആസ്പദമാക്കിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുക. വാട്ട് ഈസ് യുവർ മിഷൻ, അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ വിഷൻ? നിങ്ങളുടെ ദൗത്യം എന്തെന്ന് തിരിച്ചറിയുവാനുള്ള ഒരു എളിയ ശ്രമമാണ്. ഈ ചോദ്യം ഓരോ വനിതകളും നിങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് ചോദിക്കണം. കേരളത്തിൽ ജീവിക്കുന്നവരാകാം, ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്നവരാകാം, യൂറോപ്യൻ രാജ്യങ്ങളിലോ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിലോ താമസിക്കുന്ന ഏത് വനിതകൾക്കും, ഏത് സ്ത്രീകൾക്കും സ്വയം നിങ്ങളോട് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമായി മാറണം. നിങ്ങളുടെ, അതായത് ഓരോ സ്ത്രീകളുടെയും ദൗത്യം ഈ സഭയില്, സമൂഹത്തില്, കുടുംബത്തില് എന്തായിരിക്കണമെന്നുള്ളത് നിങ്ങൾ പഠിക്കണം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, സുഭാഷിതങ്ങൾ 29:18, പ്രോവബ്സ് 29:18, ബൈബിൾ ഇങ്ങനെയാണ് പറയുക: where there is no vision the people perish. ദർശനമില്ലാത്ത ജീവിതം ദിശയില്ലാത്ത ഒരു യാത്ര പോലെയാണ് എന്ന് തിരിച്ചറിയണം. ദർശനമില്ലെങ്കിൽ നമ്മൾ സാഹചര്യങ്ങളുടെ പിന്നാലെ നടക്കും. ദർശനമുണ്ട് എങ്കിൽ നമ്മൾ ദൈവത്തിന്റെ പദ്ധതിയുടെ പിന്നാലെ ആയിരിക്കും നടക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ണുകൾ കാണുന്നത് ഇന്ന് നടക്കുന്ന, ഇന്ന് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ദർശനമുള്ള ഒരാള് കാണുന്നത് നാളെ, അതുമല്ലെങ്കിൽ ഭാവിയിൽ സംഭവിക്കുവാനിരിക്കുന്ന കാര്യങ്ങളാണ്. ദർശനമുള്ള ഒരു സ്ത്രീ കുടുംബത്തിന് അനുഗ്രഹവും സഭയ്ക്ക് ശക്തിയും തലമുറയെ സ്വാധീനിക്കുവാൻ കരുത്തുള്ളവളുമായിരിക്കണമെന്ന് തിരിച്ചറിയുക. ദർശനമില്ലാത്ത വനിതകളുടെ കൂട്ടായ്മകൾ നിലനിൽക്കും. എന്നാൽ ദർശനമുള്ള വനിതകളുടെ കൂട്ടായ്മ ചരിത്രം സൃഷ്ടിക്കും. ഇതാണ് ദർശനവും ദർശനമില്ലാത്തതുമായ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുക. നിലനിൽക്കും, ദർശനമില്ലെങ്കിൽ നിലനിൽക്കും. പക്ഷെ ദർശനമുണ്ടെങ്കിൽ ഭാവിയിൽ എന്താകണമെന്നുള്ള ഒരു ഒരു ഉൾക്കാഴ്ച നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഓരോ വനിതാ കൂട്ടായ്മകളും ചരിത്രത്തിന്റെ ഭാഗമായി ചരിത്രം സൃഷ്ടിക്കുമെന്ന് തിരിച്ചറിയുക. ഇന്ന് നിങ്ങൾ ജീവിക്കുന്നത് ഏത് രാജ്യത്താകാം, ഏത് സാഹചര്യത്തിലാകാം, അത് മിഡിൽ ഈസ്റ്റിലാകാം, യൂറോപ്പിലാകാം, US-ലാകാം, ഓസ്ട്രേലിയയിലാകാം, ന്യൂസിലാൻഡിലാകാം, ഏതു സ്ഥലമായിക്കൊള്ളട്ടെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ജീവിക്കുന്നത് ഒരു നല്ല ജോലി സമ്പാദിച്ച്, അല്ലെങ്കിൽ ഒരു നല്ല ജോലിക്കും ഒരു നല്ല ജീവിതത്തിനും വേണ്ടി മാത്രമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. അതുമല്ലെങ്കിൽ ദൈവം നമ്മളെ ഏതെങ്കിലും ഒരു ഭൂഖണ്ഡത്തിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ അയച്ചിരിക്കുന്നതിന്റെ പിന്നിൽ ഒരു പ്രത്യേക ഉദ്ദേശശുദ്ധി ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അല്ലെങ്കിൽ ആ ഉദ്ദേശത്തോടുകൂടി ആ ഉദ്ദേശം സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടി മാത്രമാണ് നിങ്ങളെ അയച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയണം. അത് യൂറോപ്പിന്റെ മണ്ണിലായിരിക്കാം, അല്ലെ മിഡിൽ ഈസ്റ്റിലായിരിക്കാം, അമേരിക്കയിലായിരിക്കാം, ഓസ്ട്രേലിയയിലായിരിക്കാം, എവിടെയായിക്കൊള്ളട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ദൈവം ആരെയും യാദൃച്ഛികമായി ഒരു സ്ഥലത്തും കൊണ്ടുവരുന്നില്ല. അതായത് ദൈവത്തിന്റെ പദ്ധതികൾ വളരെ കൃത്യമായ ദൗത്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. എന്നാൽ വിശുദ്ധ ബൈബിൾ
നമ്മൾ പഠിക്കുമ്പം 1 പത്രോസ് 2-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം, എന്നാൽ നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ്. അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ നന്മകൾ പ്രകീർത്തിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെ ശ്രവിക്കുന്ന വനിതാ കൂട്ടായ്മകളിലുള്ള പ്രിയപ്പെട്ട വനിതാ രത്നങ്ങളെ, നിങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ പത്രോസ്ലീഹ പറയുകയാണ്, നിങ്ങൾ സാധാ ജനമല്ല, നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്, നിങ്ങൾ രാജകീയ പുരോഹിത ഗണമാണ്, നിങ്ങൾ വിശുദ്ധ ജനതയാണ്. തീർന്നില്ല, ദൈവത്തിന്റെ സ്വന്തം ജനമാ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? അന്ധകാരത്തിൽ നിന്നും ഒരു അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ച് വേർതിരിച്ച് അയച്ചിരിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ നന്മകളെ നിങ്ങൾ പ്രകീർത്തിക്കണം. ദൗത്യം നമ്പർ 1. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ് എന്ന് മത്തായി ശ്ലീഹ പഠിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിന്റെ പ്രകാശം നിങ്ങളിലൂടെ പ്രതിഫലിക്കണം. സൂര്യന്റെ രശ്മി ചന്ദ്രനിൽ പതിക്കുമ്പോ ആ ചന്ദ്രനിൽ പതിച്ച സൂര്യന്റെ ആ രശ്മിയിൽ നിന്നുള്ള പ്രകാശം രാത്രിയിൽ ചന്ദ്രൻ പ്രതിഫലിപ്പിക്കുന്നത് പോലെ അവന്റെ മുഖത്തേക്ക് നോക്കിയവരെല്ലാം പ്രകാശിതരായി എന്ന് സങ്കീർത്തനം 34:5 നമ്മളെ പഠിപ്പിക്കുന്നുവെങ്കിൽ നോക്കേണ്ടത്, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നിങ്ങളെ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് വിളിച്ച യേശുക്രിസ്തുവിന്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കണം. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കി ആ പ്രകാശത്തെ നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ അതിനെ പ്രതിഫലിപ്പിക്കുന്ന ലോകത്തിന്റെ വെളിച്ചമായി മാറേണ്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് പോയിന്റ് നമ്പർ 1, ക്രിസ്തുവിന്റെ പ്രകാശം പ്രതിഫലിപ്പിക്കുന്നവരായി നിങ്ങൾ മാറണം. എന്ന് വെച്ചാൽ ആത്മീയമായ ഒരു അന്ധകാരം, അതായത് ദൈവത്തിൽ നിന്നുള്ള അകൽച്ച, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിന്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുക. അതുകൊണ്ട് ആത്മീയമായ ഒരു അന്ധകാരം കുടുംബത്തിലാകാം, സഭയിലാകാം, വ്യക്തിപരമായ ജീവിതങ്ങളിലാകാം ഒക്കെ കടന്നു വരുമ്പം ഈ അന്ധകാരത്തെ എടുത്തു മാറ്റുവാൻ ഉൽപ്പത്തി 1:3 വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച് വെളിച്ചത്തെ സൃഷ്ടിച്ച് ഇരുട്ടിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തെ വേർതിരിച്ച ഒരു ദൈവം വെളിച്ചം നല്ലത് എന്ന് കണ്ടു എന്ന് പറയുമ്പോൾ ആ വെളിച്ചമായി ലോകത്തിന്റെ പ്രകാശമായി നിങ്ങൾ മാറണമെന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. മത്തായിയുടെ സുവിശേഷം 5:14 നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാ, അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ എടുക്കണം. ഈ പ്രകാശത്തെ ഫലിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എവിടെയും ഒരു പ്രകാശം അയക്കുവാൻ, ഇരുട്ടുള്ളിടത്തെല്ലാം പ്രകാശമായി മാറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിക്കുകയാണ്. ദൈവം ആഗ്രഹിക്കുന്ന ദൗത്യം ഇതാണ്. എന്നാൽ നിങ്ങളുടെ ദൗത്യം മറിച്ച് ആണ് എങ്കിൽ ഒരു ആത്മീയമായ അന്ധകാരം അടുത്ത തലമുറയിലേക്ക് പകരപ്പെടുമെന്നുള്ള ഇതിന്റെ ഒരു നെഗറ്റീവ് വശം കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഹല്ലേലൂയ. ഇന്ന് എന്നോട് ചോദ്യം ചോദിച്ച വ്യക്തി ഈ യൂറോപ്പിൽ താമസിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് ഇന്ന് യൂറോപ്പിൽ ജീവിക്കുന്ന നമ്മുടെ കുടുംബങ്ങളും പുതിയ തലമുറയും ഒരു വലിയ ആത്മീയ പോരാട്ടത്തിന്റെ നടുവിലൂടെ കടന്നു പോവുകയാണ്. ഹല്ലേലൂയ. ലോകത്തിന്റെ ആകർഷണങ്ങൾ, വ്യാജമായ സ്വാതന്ത്ര്യത്തിന്റെ സന്ദേശങ്ങൾ, അന്യവിശ്വാസങ്ങളുടെ സ്വാധീനങ്ങൾ നമ്മുടെ പുതിയ തലമുറയെ യേശുക്രിസ്തുവിൽ നിന്നും സഭയിൽ നിന്നും അകറ്റി നിർത്തുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കളുടെ ഹൃദയങ്ങളെ വ്യാജമായ ചില ഉപദേശങ്ങൾ കീഴടക്കുമ്പോ
പരിശുദ്ധ സഭയുടെ അടിസ്ഥാന മൂല്യങ്ങൾ ഉപേക്ഷിച്ച് യേശുക്രിസ്തു എന്ന സത്യത്തെ, യേശുക്രിസ്തു എന്ന ദൈവത്തെ വ്യക്തിപരമായി അറിയാതെ വളർന്നു വരുന്ന നമ്മുടെ പുതിയ തലമുറകളെ സഭയോട് ചേർന്ന് നിന്നുകൊണ്ട്, അതുകൊണ്ട് അവരെ സഭയോടും വിശ്വാസത്തോടും ചേർത്ത് നിർത്തുവാനുള്ള ഉത്തരവാദിത്വം നിങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുകയാണ്. യേശുക്രിസ്തുവിനെ വ്യക്തിപരമായി അറിയാതെ വളർന്നു വരുന്നത് കൊണ്ട് സഭയിൽ നിന്നും ഈ സത്യത്തിൽ നിന്നും പുതിയ തലമുറ അകന്നു പോകുന്നത് നിങ്ങൾ തിരിച്ചറിയണം. ഇവിടെയാണ് നമ്മൾ ഓരോരുത്തരും ഒരുമിച്ച് ഒരു ആത്മപരിശോധന നടത്തേണ്ടതിന്റെ ആവശ്യകത കടന്നു വരിക. എന്തുകൊണ്ട് നമ്മുടെ മക്കള് സഭ വിട്ടുപോകുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ മക്കൾ വിശ്വാസം ഉപേക്ഷിക്കുന്നു? അതിന്റെ ഒന്നാമത്തെ കാരണം യേശുക്രിസ്തു അവർക്ക് അനുഭവഭേദ്യമാകുന്നില്ല. അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല യേശുക്രിസ്തു എന്ന സത്യത്തെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ ഒരു അഭിഷേകത്തെ അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. സൺഡേ സ്കൂള് നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നതിനപ്പുറമായി യേശുക്രിസ്തു ജീവനുള്ള ദൈവമാണ് എന്ന് നമ്മുടെ മക്കൾ അറിഞ്ഞ് വളർന്നു വരേണ്ട ഒരു കാലഘട്ടമാണിത്. ഹല്ലേലൂയ! ജീവനുള്ള ദൈവമാണ് യേശുക്രിസ്തു എന്ന് അവരറിയണം. അതറിയുവാനുള്ള അവസരം അവർക്ക് ലഭിക്കുന്നില്ല എങ്കിൽ അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം അവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുക എന്ന ഉത്തരവാദിത്വം ഇന്ന് ഓരോ വനിതാ കൂട്ടായ്മകളും ഏറ്റെടുക്കണം. ഹല്ലേലൂയ! അതുകൊണ്ട് അടിസ്ഥാനപരമായി ദൈവത്തിന്റെ വചനം പഠിപ്പിക്കണം. ബൈബിൾ എന്താണ് എന്ന് പഠിപ്പിക്കണം. യേശുക്രിസ്തു ആരാണ് എന്നവർ രുചിച്ചറിയണം. ഹല്ലേലൂയ! ഹല്ലേലൂയ! ബൈബിൾ എന്തെന്ന് പഠിപ്പിച്ചു കൊടുക്കുവാനുള്ള ഒരു തീരുമാനം, വചനം എന്തെന്ന് അറിയണം. അതുകൊണ്ടാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 12:24 യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ അവർക്ക് തെറ്റുപറ്റുക. അതുകൊണ്ട് വിശുദ്ധ ലിഖിതങ്ങൾ അറിയണം. ഹല്ലേലൂയ! യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തില് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു വെച്ചു, ഏക സത്യ ദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. യേശുക്രിസ്തുവിനെ അറിയുക എന്നതാണ് നിത്യജീവനെങ്കിൽ അറിയണം യേശുക്രിസ്തു ആരാണെന്ന്, അറിയിക്കണം യേശുക്രിസ്തു മാത്രമാണ് ഏക സത്യ ദൈവമെന്ന്. ഹല്ലേലൂയ! പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, തൊലിപ്പുറത്തെ ചികിത്സ അവസാനിപ്പിക്കേണ്ട കാലഘട്ടമായി. കാതലായ മാറ്റം നമ്മുടെ സഭയിലും തലമുറയിലും കടന്നു വന്നില്ലെങ്കിൽ ഇനി കടന്നു വരുന്ന കാലഘട്ടങ്ങളിൽ ഇതെല്ലാം വിശ്വാസം പോലും അന്യം നിന്ന് പോകുന്ന ഒരു കാലഹരണപ്പെട്ട സാധ്യതകളിലേക്ക് കടന്നു പോകേണ്ടി വരുമെന്നുള്ളത് ഇന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളുക. ഹല്ലേലൂയ! പോയിന്റ് നമ്പർ 1, യേശുക്രിസ്തു ആരെന്നറിയണം. യേശുക്രിസ്തു ദൈവമാണെന്ന് അത് വചനത്തിലൂടെ അവർക്ക് തെളിയിച്ചു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. 2, കുരിശു മരണത്തിന്റെ ആഴം അവരെ പഠിപ്പിച്ചു കൊടുക്കണം. കുരിശു മരണത്തിന്റെ അകത്തു നടന്ന ശക്തി എന്തെന്ന് ഒരു കുട്ടി അല്ലെങ്കിൽ ഒരാള് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരൊരിക്കലും ഈ സഭയിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള അവരുടെ ചിന്താഗതികളെ അവർക്ക് മാറ്റി എഴുതുവാനുള്ള അവസരം പരിശുദ്ധാത്മാവ് കൊടുക്കും. ഹല്ലേലൂയ! യേശുക്രിസ്തു എന്തിനു കുരിശിൽ മരിച്ചു പഠിപ്പിച്ചു കൊടുക്കണം. യേശു എന്തിനു വേണ്ടി തന്റെ അവസാന തുള്ളി രക്തവും കാൽവരിയിലെ കുരിശിൽ ചിന്തി നമുക്കായി ചൊരിഞ്ഞു എന്നത് പഠിപ്പിച്ചു കൊടുക്കണം. ക്രിസ്തുവിന്റെ കാൽവരിയിലെ സ്നേഹം, ആ സ്നേഹത്തിന്റെ ആഴം അറിയാതെ ഒരു തലമുറ ലോകം നൽകുന്ന വ്യാജ സ്നേഹത്തിലേക്ക് കടന്നു പോവുകയാണെങ്കിൽ അതാണ് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ ഏറ്റവും വലിയ മൂല്യച്യുതിക്ക് കാരണമാകുന്നത്. നിങ്ങള് 1 കൊരിന്ത്യൻസ് 2-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ സെന്റ് പോൾ ഇങ്ങനെ പറഞ്ഞു വെച്ചു, ഈ ലോകത്തിന്റെ അധികാരികളിൽ ആർക്കും കുരിശു മരണത്തിന്റെ അകത്തു ദൈവം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യം ഗ്രഹിക്കുവാൻ സാധിച്ചില്ല. സാധിച്ചിരുന്നുവെങ്കിൽ മഹത്വത്തിന്റെ കർത്താവിനെ അവർ കുരിശിൽ തറയ്ക്കുമായിരുന്നില്ല എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
എന്ന് വെച്ചാൽ നമ്മൾ ഓർക്കണം, ദൈവം യേശുക്രിസ്തുവിന്റെ കുരിശുമരണം വളരെ രഹസ്യമായി ലോകത്തിന്റെ അധികാരികളിൽ നിന്നും മറച്ചു പിടിച്ചു. കാരണം എന്തെന്നറിയാമോ? അത് രഹസ്യമാക്കി വെച്ചു, അത് നിഗൂഢമാക്കി വെച്ചു. ബൈബിള് പറയുകയാണ്, അത് രഹസ്യവും നിഗൂഢവും ദൈവിക ജ്ഞാനവുമാണ്. അതായത് യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ദൈവത്തിന്റെ ഫോർനോളജ് ആണ്, ദൈവത്തിന്റെ അപൂർവ ജ്ഞാനമാണ്. അത് നമ്മൾ ഓരോരുത്തരുടെയും മഹത്വത്തിനായി യുഗങ്ങൾക്ക് മുമ്പേ, അതായത് ആകാശവും ഭൂമിയും ഒക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ദൈവം നിശ്ചയിച്ച പദ്ധതിയുടെ പൂർത്തീകരണമായിരുന്നു. ഇത് നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം ഓരോ അമ്മമാരിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിക്ഷേപിക്കുകയാണ്. അതുകൊണ്ട് കുരിശും മരണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ദൈവിക പദ്ധതി നമ്മുടെ മക്കൾ വ്യക്തമായി പഠിക്കുവാൻ, അത് പഠിപ്പിച്ചു കൊടുക്കുവാൻ ഓരോ അമ്മമാരും എന്താ പറയുക, അല്ലെങ്കിൽ ഓരോ വനിതാ കൂട്ടായ്മകളും ഉണർന്നു പ്രവർത്തിക്കണം. അത് പഠിക്കാതെ, അത് മനസ്സിലാക്കാതെ, യേശുക്രിസ്തു ആരെന്ന് തിരിച്ചറിയാതെ, കുരിശുമരണത്തിന്റെ ആഴമറിയാതെ പുതിയ തലമുറ വഴിതെറ്റിപ്പോയാൽ അതിന്റെ ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കുമാണ് എന്ന് നമ്മൾ വിസ്മരിക്കരുത്. പക്ഷെ അതിനകത്ത് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ആ കൂട്ടായ്മയ്ക്ക് ദൈവം ഇത് വളരെ കൃത്യമായ സന്ദേശം നൽകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം വനിതാ കൂട്ടായ്മയിൽ നിലനിൽക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈ ഉത്തരവാദിത്തം പരിശുദ്ധാത്മാവ് തരുമ്പോ ഒരു ചോദ്യമുണ്ട്. ഈ കുരിശുമരണത്തിന്റെ ആഴം അല്ലെങ്കിൽ യേശുക്രിസ്തു ആരെന്ന ചോദ്യത്തിന്റെ ഒരു ഉത്തരം നിങ്ങൾക്കറിയാമോ? പഠിച്ചിട്ടുണ്ടോ? അടുത്ത തലമുറയിലേക്ക് കൊടുക്കുവാൻ ഇതറിയാമോ? അങ്ങനെയെങ്കിൽ എന്തിനാണ് ഈ വനിതാ കൂട്ടായ്മകള് നിങ്ങൾ സംഘടിപ്പിക്കുക? നിങ്ങൾക്ക് വിനോദയാത്രയ്ക്ക് പോകാനാണോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ആഴമേറി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് നമുക്ക് സ്നേഹത്തിൽ ആഴപ്പെട്ട് നമ്മിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കണം. സഭയില്, സമൂഹത്തില്, കുടുംബത്തില്, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളില് എല്ലാം നിങ്ങൾക്ക് വ്യക്തമായ ശക്തമായ ദൗത്യമുണ്ട് എന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. സ്വന്തം ഭവനത്തിൽ പ്രാർത്ഥനയുടെ ഒരു അഭാവം ഉണ്ട് എങ്കിൽ, വീട്ടിൽ പ്രാർത്ഥിക്കുന്ന അമ്മ, അതായത് മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ, മക്കൾ ഈ ലോകത്തിന്റെ ശബ്ദം കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ആഗ്രഹിക്കും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18:20 ബൈബിള് തന്നെ പഠിപ്പിക്കുന്നു, എന്തെന്നാൽ 2-3 പേർ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കണം, വചനം വായിക്കണം. അപ്പോഴാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന സാഹചര്യങ്ങള്, കുരിശുമരണത്തെക്കുറിച്ച് പറയാൻ പറ്റുന്ന സാഹചര്യങ്ങള്, ദൈവത്തെ എന്തിന് നമ്മൾ ഹൃദയത്തിൽ നമ്മൾ ഏറ്റെടുക്കണം, വചനം എന്തിന് നമ്മൾ ഏറ്റെടുക്കണം എന്നതിനെ കുറിച്ചൊക്കെ നമ്മുടെ ആ ചെറിയ കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ സംസാരിക്കാൻ നമുക്ക് സാധിക്കും. എന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 1-2 വാക്യത്തില് സെന്റ് പൗൽ പറയുകയാണ്, വത്സല മക്കളെ പോലെ നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാകുവേൻ. ഇന്ന് പുതിയ തലമുറ ഫാഷന്റെ പുറകെ അനുകരണവുമായി കടന്നു പോകുന്നു, ഇല്ലേ? വലിയ ലൂസുള്ള പാൻറ്റും ഇറക്കമില്ലാത്ത ഷർട്ടും മുടി നീട്ടി വളർത്തിയും കാതിൽ കമ്മലിട്ടും മൂക്കിൽ മൂക്കുത്തിയിട്ടും, അല്ലേ? പുതിയ തലമുറ ഫാഷന്റെ ഭ്രമത്തിനനുസരിച്ച് കടന്നു പോകുമ്പോൾ മാതാപിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം, നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാകുവിൻ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഞാനിത് പറയുമ്പോൾ ഞാൻ എന്നോട് തന്നെയാണ് ഞാനിത് പറയുന്നത് എന്ന് നിങ്ങൾ ഓർത്തെടുത്തുകൊള്ളുക. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ എന്ന് നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. അവിടുന്ന് നമുക്ക് വേണ്ടി സുരഭില കാഴ്ചയും
കാൽവരിയിലെ ബലിയുമായി തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു. ക്രിസ്തു നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി സ്വയം കാൽവരിയിൽ തന്റെ ജീവൻ സമർപ്പിക്കുകയാണ്. ക്രിസ്തുവിനെ പോലെ നമ്മൾ പരസ്പരം സ്നേഹിക്കണമെന്നും ദൈവത്തെ പോലെ ദൈവത്തെ അനുകരിക്കുന്നവരായി നമ്മൾ മാറണമെന്നും സെന്റ് പോള് നമ്മളെ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, ഇത് പഠിപ്പിച്ചു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്തം പരിശുദ്ധാത്മാവ് നമുക്ക് തരികയാണ്. അമ്മമാരുടെ ഒരു ആത്മീയമായ ഉത്തരവാദിത്തം, അമ്മമാര് അല്ലെങ്കിൽ സ്ത്രീ കൂട്ടായ്മകള് പ്രാർത്ഥനയിൽ ഉണരുകയാണെങ്കിൽ തലമുറകള് അനുഗ്രഹിക്കപ്പെടും. അത് കുറഞ്ഞു പോയാൽ അപകടമാണ് എന്നുള്ള സാധ്യതയും മനസ്സിലാക്കണം. ഹല്ലേലൂയ. ചരിത്രം പഠിക്കുകയാണെങ്കിൽ മോനിക്ക എന്ന് പറയുന്ന ഒരു അമ്മയുടെ പ്രാർത്ഥനയും കണ്ണുനീരും അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു ബാലനെ വിശുദ്ധ അഗസ്റ്റിനാക്കി മാറ്റിയ ചരിത്രം നമ്മുടെ മുൻപിലുണ്ട്. ഹല്ലേലൂയ. അതുപോലെ തന്നെ നമ്മുടെ മക്കളെ സഭയുടെ ആത്മീയമായ പാരമ്പര്യത്തെ പറഞ്ഞ് പഠിപ്പിക്കണം. എന്ന് വെച്ചാൽ പുതിയ തലമുറയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ മക്കളെ സഭയുടെ മഹത്വം അല്ലെങ്കിൽ ബലിയർപ്പണത്തിന്റെ ആ അർത്ഥം, നമ്മുടെ പാരമ്പര്യം, ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കണം. അത് പഠിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ ഒരു 2 പതിറ്റാണ്ടുകൾക്കപ്പുറം അന്യം നിന്ന് പോകുന്ന, കാലഹരണപ്പെട്ടു പോകുന്ന ഒരു സാധ്യത സഭയുടെ മുന്നിലുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. എന്തിന് നമ്മളുടെ പാരമ്പര്യമൊക്കെ കാത്തു സൂക്ഷിക്കണം? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കുട്ടികളുടെ കണ്ണുകളിലൂടെ കടന്നു പോകുമ്പോ അവര് പറയുന്നത്, ബുദ്ധിയുള്ള കുഞ്ഞുങ്ങള് ജനിക്കണമെന്നുള്ള ആഗ്രഹത്തിന്റെ പേരില് പലതരത്തിലുള്ള ചിന്താഗതികളൊക്കെ അവർ കൊണ്ടുവരും. DNA മ്യൂട്ടേഷൻ സംഭവിക്കുന്നില്ല എന്ന് പറയുന്ന ചില വാദഗതികളൊക്കെ അവര് കൊണ്ടുവരും. അതുകൊണ്ട് ഇന്നത്തെ ജെൻസി കൾച്ചറിന്റെ നടുവില് വിവാഹം വേണ്ടെന്നും വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ മക്കള് വേണ്ടെന്നും ഒക്കെ തീരുമാനമെടുക്കുന്ന ഒരു തലമുറയെ നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ പല കുട്ടികളും ഐഡന്റിറ്റി ക്രൈസിസ് നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. സഭ വിട്ട് സഭയ്ക്ക് പുറത്തുപോയി വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന പ്രവണത കൂടി വരികയാണ്. എവിടെയാണ് തകരാറ് സംഭവിക്കുക? ഒരിക്കല് യൗവനങ്ങൾക്ക് വേണ്ടി ഒരു ധ്യാനം സംഘടിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ ഒരു സമയത്ത് ധ്യാനം വേണ്ട, അവരെ ഒരുമിച്ച് കൂടുവാൻ, അവരെ ഒന്ന് മിങ്കിൾ ചെയ്യാനൊക്കെ ഉള്ള ഒരു അവസരം ഉണ്ടാക്കിയാൽ മതി എന്ന നിർദ്ദേശമാണ് അവിടെ കൂടിയത്. കുട്ടികൾ മിങ്കിൾ ചെയ്യുന്നതൊന്നും തെറ്റൊന്നുമില്ല. പക്ഷെ അവിടെ അപകടകരമായ മറ്റു ചില കാര്യങ്ങളുണ്ട്. ഇവരുടെ ഇടയിൽ ചില പ്രണയങ്ങളൊക്കെ നാമ്പിടും. ആ പ്രണയത്തിന്റെ ഒരു നൈരാശ്യ മേഖലകളൊക്കെ കടന്നു വരുമ്പം ചെറിയ പ്രായത്തിൽ തന്നെ മദ്യപാനത്തിലേക്കൊക്കെ കടന്നു പോകുന്ന യൗവനങ്ങൾ നമ്മുടെ മുമ്പിൽ ഇന്ന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാൻ പറ്റും. മാതാപിതാക്കൾ എന്ന നിലയിൽ, പ്രത്യേകിച്ച് അമ്മമാര്, മക്കളുടെ എല്ലാ മേഖലകളെയും ശ്രദ്ധിക്കുന്നവരായി മാറി അവരെ നേരായ മാർഗത്തിൽ നയിക്കുവാനുള്ള ഒരു ദൗത്യം ഏറ്റെടുക്കണം. സഭ കടന്നു പോകുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലാണ്. തിരുത്താനാവാത്ത വിധം സങ്കീർണമായ വേർതിരിവുകളും പക്ഷം ചേർന്നുള്ള പ്രവർത്തനങ്ങളുമൊക്കെ നടന്നു പോകുമ്പം കുഞ്ഞുങ്ങളും ചിലപ്പോൾ നമ്മളോട് ചോദ്യം ചോദിച്ചേക്കാം. വിശ്വാസത്തെ നമ്മുടെ ഉള്ളിൽ ഊട്ടിയുറപ്പിക്കേണ്ടവര്, അല്ലെ നമ്മുടെ മുമ്പിൽ ആത്മീയതയുടെ ആ ഒരു സത്യത്തെ ചൂണ്ടിക്കാണിച്ച് നമ്മുടെ മുമ്പിൽ നിൽക്കേണ്ടവർ പലപ്പോഴും ആ തെറ്റായ പ്രവണതകളിലേക്ക് കടന്നു പോകുമ്പം യൗവനങ്ങൾ ചോദ്യം ചോദിക്കും. ആ ചോദ്യം ചോദിക്കുമ്പം അവരോട് ഉത്തരം പറയുവാനുള്ള കരുത്ത് ദൈവത്തിന്റെ വചനത്തിൽ നിന്നും നമ്മൾ ഏറ്റെടുക്കണം. വെള്ളയടിച്ച കുഴിമാടങ്ങളെ എന്ന് വിളിച്ച സാഹചര്യം ബൈബിളിലുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഇന്ന് ബൈബിള് നമ്മളെ പഠിപ്പിക്കുന്ന സത്യസന്ധമായ കാര്യങ്ങള്, നിങ്ങൾ പഴയ നിയമം പഠിക്കുകയാണെങ്കിൽ എസ്തേറിന്റെ പുസ്തകമുണ്ട്.
എസ്തേർ പ്രാർത്ഥിക്കുന്നത് ഒരു ജനതയെ മൊത്തം ബാധിക്കുന്ന വിഷയം ഏറ്റെടുത്താണ്. അപ്പം നമ്മൾ നേരിടുന്ന ചില പ്രതിസന്ധികൾ എസ്തേർ ഏറ്റെടുത്തത് യഹൂദ ജനത്തിന്റെ ഒരു വിഷയമാണെങ്കിൽ, ഇന്ന് പ്രാർത്ഥിക്കുന്ന വനിതാ കൂട്ടായ്മകള് സഭയിലെ പ്രതിസന്ധികൾക്ക് വേണ്ടി, പുതിയ തലമുറകൾക്ക് വേണ്ടി എല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം സഭ നിലനിന്നേ മതിയാകൂ. അതുകൊണ്ട് ദൈവത്തിന്റെ നെഞ്ചിൽ വേദനയാകുന്ന തീരുമാനങ്ങൾ ആരും എടുക്കാതിരിക്കുവാൻ നമ്മൾ പ്രാർത്ഥിച്ചേ മതിയാകൂ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ജെറമിയ പ്രവചനം 6-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം കർത്താവ് അരുളി ചെയ്യുന്നു, വഴിക്കബലകളിൽ നിന്ന് ശ്രദ്ധിച്ചു നോക്കുക, പഴയ പാതകൾ അന്വേഷിക്കുക, നേരായ മാർഗം തേടി അതിൽ സഞ്ചരിക്കുക, അപ്പോൾ നിങ്ങൾ വിശ്രാന്തി അടയും. എന്നാൽ ഞങ്ങൾക്ക് ആ മാർഗം വേണ്ട എന്ന് അവർ പറയുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ദൗത്യം മറന്നുകൊണ്ട് നമ്മൾ കടന്നു പോകരുത്. എന്താണ് ബൈബിൾ പറയുന്നത്? നേരായ മാർഗം തേടി അതിലൂടെ സഞ്ചരിക്കണം. പഴയ കാലഘട്ടങ്ങളിൽ പിതാക്കന്മാരെ നെഞ്ചോട് ചേർത്ത് വെച്ച വിശ്വാസത്തിന്റെ ആ തീപ്പൊരി നമ്മുടെ നെഞ്ചിൽ ഏറ്റെടുത്ത് പുതിയ തലമുറയ്ക്ക് ഇത് കൈമാറ്റം ചെയ്തില്ലെങ്കിൽ അപകടകരമായ സാധ്യതകൾ നമ്മുടെ മുമ്പിൽ നിൽക്കും. അതിന് വനിതാ കൂട്ടായ്മകൾക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രത്യേകമായ ഉത്തരവാദിത്വവും ദൗത്യവും നൽകുകയാണ്. രണ്ടാമതായി, ദൗത്യം എന്ന് പറയുമ്പം ദൈവഭക്തിയുള്ള കുടുംബങ്ങളെ പണിതുയർത്തുവാനുള്ള ഉത്തരവാദിത്തമാണ്. ഒരു സമൂഹത്തിന്റെ ശക്തി എന്ന് പറയുന്നത് കുടുംബങ്ങളിലാണ്. കുടുംബം ചേരുന്നതാണ് സഭയെന്ന് പറയുക. കുടുംബം ശക്തിപ്പെട്ടാൽ നിശ്ചയമായും സഭ ശക്തിപ്പെടും. അമ്മമാര്, സ്ത്രീകളെന്ന് പറയുമ്പം അവരതിൻ്റെ ഒരു ആത്മീയ അടിത്തറ ആണെന്ന് തിരിച്ചറിയണം. പ്രാർത്ഥിക്കുന്ന അമ്മമാരുണ്ട് എങ്കിൽ ഒരു തലമുറയെ മാറ്റിമറിക്കുവാൻ അതിന് സാധിക്കുമെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ജോഷുവ 24:15 പറയുന്നില്ലേ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ കർത്താവിനെ സേവിക്കും, ഞങ്ങൾ യഹോവയെ സേവിക്കും. ക്രിസ്തു കേന്ദ്രീകൃത കുടുംബങ്ങൾ നമ്മുടെ ഇടയിൽ രൂപപ്പെടണം. ഓരോ ഭവനവും ഒരു ചെറിയ ദേവാലയമായി മാറണം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നമ്മൾ അടുത്ത തലമുറയ്ക്ക് വിശ്വാസത്തെ കൈമാറ്റം ചെയ്യണം. ഹല്ലേലൂയ. ഇന്ന് ഈ യൂറോപ്പിൽ വളരുന്ന, അത് യൂറോപ്പ് മാത്രമല്ല, ഇന്ത്യ എടുത്താലും ഓസ്ട്രേലിയ എടുത്താലും അമേരിക്ക എടുത്താലും UK എടുത്താലും ഏത് സ്ഥലം എടുത്താലും നമ്മളുടെ മക്കള് വളർന്നു വരുന്നത് പല സംസ്കാരത്തിന്റെയും സ്വാധീനത്തിലാണ്. നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരത്തെ അവഗണിച്ച് മറ്റൊരു സംസ്കാരം ഏറ്റെടുത്തു ജീവിക്കുവാൻ, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസവും നമ്മുടെ പാരമ്പര്യവും ഒക്കെ വിസ്മരിച്ചുകൊണ്ട് പുതിയൊരു കൾച്ചറിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യുവാൻ പുതിയ തലമുറ തയ്യാറെടുക്കുമ്പോൾ നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ദൈവത്തിന്റെ വചനവും ജീവനുള്ള ക്രിസ്തുവിന്റെ സ്നേഹവും അവരെ പഠിപ്പിച്ചു കൊടുക്കണം. കാരണം ഇന്ന് സമ്പത്തിന്റെ പുറകെ നമ്മൾ ഓടുമ്പം കുഞ്ഞുങ്ങളുടെ കാര്യം നമ്മൾ പതുക്കെ വിസ്മരിക്കപ്പെടുകയാണ്. അവരെങ്ങനെയെങ്കിലും ഒക്കെ കടന്നു പോകുമ്പം അവരെ ഒന്ന് നോക്കുവാനോ, അവര് ആരൊക്കെയായി ആശയവിനിമയം നടത്തുന്നുണ്ട്, അവര് കാണുന്ന, അല്ലെങ്കിൽ അവര് യൂട്യൂബിലും അല്ലെങ്കിൽ ഓൺലൈനിലും ഒക്കെ അവര് പരതി നോക്കുന്നതൊക്കെ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാനാവാത്ത വിധം മാതാപിതാക്കൾ അവരുടെ തിരക്കിലേക്ക് വഴുതി പോവുകയാണ്. സമ്പത്തിനേക്കാൾ ഉപരിയായി മക്കൾക്ക് വിശ്വാസത്തിന്റെ പൈതൃകം കൈമാറുവാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഇന്ന് ആൺകുട്ടികളെ എടുക്കുകയാണെങ്കിൽ കാതുകുത്തുന്ന, മൂക്കുകുത്തുന്ന, അല്ലെങ്കിൽ മൂക്കുത്തിയിടുന്ന, അല്ലെങ്കിൽ ശരീരത്ത് ടാറ്റൂസ് അടിക്കുന്ന, പച്ച കുത്തുന്ന ഒരു പുതിയ പ്രവണത കടന്നു വരുമ്പം നമുക്കെല്ലാം ഫാഷന്റെ ആ ഒരു പുതിയ തരംഗത്തിന്റെ പിന്നാലെ ഒന്നും ചെയ്യാനാവാതെ നിൽക്കാനേ സാധിക്കത്തുള്ളൂ. ആത്മീയമായി വചനം അനുസരിച്ച് തെറ്റായ
ഒരു സംസ്കാരമാണ് ഇതിന്റെ പിന്നിലുള്ളതെന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യത്തിൽ ശരീരത്ത്, ദേഹത്ത് പച്ച കുത്തരുത് എന്ന് വചനം പഠിപ്പിക്കുന്നു. ഡു നോട്ട് പുട്ട് ടാറ്റൂസ് എന്ന് ബൈബിള് പറയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ടാറ്റു അടിച്ചത് കുരിശ, ഞാൻ ടാറ്റു അടിച്ചത് യേശുക്രിസ്തുവിന്റെ പടവ. എന്ത് ചെയ്യാൻ പറ്റും? ആരോട് പറയാൻ പറ്റും? ഇവിടെയാണ് ബൈബിളില് 1 കൊരിന്ത്യൻസ് 6-ാം അധ്യായം 19ഉം 20ഉം വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. യേശുക്രിസ്തു തന്റെ രക്തം മറുവിലയായി കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ഓരോ വ്യക്തികളും അവരുടെ ശരീരം അവർക്ക് സ്വന്തമല്ല, അത് ദൈവത്തിന് സ്വന്തമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. കാരണം നിങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ദേവാലയമാണ്. നിങ്ങളിൽ ദൈവദത്തമായ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ശരീരമെന്ന് പറയുന്നത് ദൈവത്തിന്റെ ആലയമാണ്. ആ ആലയം നശിപ്പിക്കുവാൻ ദൈവം ആരെയും അനുവദിക്കത്തില്ല. അത് 1 കൊരിന്ത്യൻസ് 3:16-17 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ദേവാലയമാണ് നിങ്ങൾ. ആ ദേവാലയത്തെ നിങ്ങൾ നശിപ്പിച്ചാൽ ഞാൻ നിങ്ങളെ നശിപ്പിക്കും. കാരണം ആ ദേവാലയം, ആ ആലയം എന്ന് പറയുന്നത് നിങ്ങളാണ് എന്ന് സെന്റ് പോൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചു നോക്കുക. ഈ കാത് കുത്തുന്നതോ മൂക്ക് കുത്തുന്നതോ മുടി വളർത്തുന്നതോ ഇതെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്താനാണോ? ഇത് ഒരു ആത്മീയമായ സാക്ഷ്യം ഒരു തലമുറയ്ക്ക് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? അതോ നിങ്ങൾ പിന്തുടരുന്നത് ഈ ലോകത്തിന്റെ പ്രവണതയാണോ? ഇതിന് നിങ്ങൾ ഉത്തരം കണ്ടെത്തണം. മക്കളോട് ചോദിക്കണം. സാധ്യമല്ലാത്ത ഒരു കാര്യമാണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. റോമാലേഖനം 12-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ സെന്റ് പോൾ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഈ ലോകത്തിൽ അപകടമുണ്ട്. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് എന്ന് 1 യോഹന്നാൻ 2:14, 15, 16 വാക്യങ്ങളിൽ എടുത്താൽ നമുക്ക് കാണുവാൻ പറ്റും. നിങ്ങൾ ലോകത്തെ സ്നേഹിക്കരുത്, ലോകത്തിന്റെ മോഹങ്ങളെ നിങ്ങൾ സ്നേഹിക്കരുത് എന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ബൈബിള് പറയുന്ന കൃത്യമായി ബൈബിള് പറയുന്നു, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. എന്തെന്നാൽ ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല, പ്രത്യുത ലോകത്തിൻ്റെതാണ്. ലോകവും അതിന്റെ മോഹങ്ങളും കടന്നു പോകും. ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു എന്ന് 1 യോഹന്നാൻ 2-ാം അധ്യായം 15, 16, 17 വാക്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് റോമാലേഖനം 12:1 നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവാൻ, അതാണ് നിങ്ങളുടെ ആരാധന എന്ന് സെന്റ് പോൾ പഠിപ്പിക്കുകയാണ്. ഇത് നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതില് ഒരുപക്ഷെ ഞാനും നിങ്ങളുമൊക്കെ പരാജയപ്പെട്ടു എന്ന് വരാം. പക്ഷേ യൗവനങ്ങൾ ശരീരത്തെ അലങ്കരിക്കുന്നത് ദൈവസന്നിധിയിൽ അവരുടെ വില കുറയുവാൻ കാരണമാകും. അത് യൗവനങ്ങളെന്നല്ല, പുതിയ തലമുറയിൽ നിന്നല്ല, ആര് ഇത് ചെയ്താലും അവർ ദൈവസന്നിധിയിൽ വിലയില്ലാത്തവരായി മാറും. കാരണം ഇന്ന് യേശയ്യാ പ്രവചനം 43:4 നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ദൈവം പറയുകയാണ്, യാക്കോബിനെ ഇസ്രായേലാക്കി മാറ്റിയതിന് ശേഷം ദൈവം പറയുകയാണ്, നീ എനിക്ക് വിലപ്പെട്ടവനാണ്, നീ എനിക്ക് ബഹുമാന്യനാണ്, നീ എനിക്ക് പ്രിയങ്കരനാണ്. യു ആർ സോ പ്രഷ്യസ് ഫോർ മീ. നീ എനിക്ക് വിലപ്പെട്ടവനാ. നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു എന്ന് പ്രവാചകൻ അവിടെ പറയുകയാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറയുന്ന ഒരു ദൈവം,
ആ ദൈവത്തിന്റെ സ്വരം കേൾക്കാതിരിക്കുവാൻ അന്ധകാരത്തിന്റെ ശക്തികള് ഇന്ന് പ്രബലപ്പെട്ടുകൊണ്ട് ഈ ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് പുതിയ തലമുറകളെ കൊണ്ടുപോകുമ്പോൾ പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങൾ ഉണരണം, നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മുടെ സഭ നിലനിൽക്കുവാൻ, തലമുറ അനുഗ്രഹിക്കപ്പെടുവാൻ ഒരു ദർശനമില്ലാത്ത ജീവിതം ഇനി നമുക്കുണ്ടാകരുത്. നമ്മളൊരു കൂട്ടായ്മയെ വളർത്തിയെടുത്ത് എന്താ പറയുന്നത്, കഞ്ഞിയും പയറും വെച്ചു കൊടുക്കുന്നതിനപ്പുറമായി നിങ്ങൾക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിരിക്കുന്ന വലിയ അനുഗ്രഹത്തിന്റെ ഉത്തരവാദിത്വത്തിന്റെ പങ്കാളിത്തം ഏറ്റെടുത്ത് മുന്നോട്ട് പോകണമെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെയും നവോത്ഥാനത്തിന്റെയും ശില്പികളാകുന്ന സ്ത്രീകളായി നിങ്ങൾ മാറണം. ബൈബിൾ എടുക്കുകയാണ് എങ്കിൽ ചരിത്രം മാറ്റിമറിച്ച നിരവധി സ്ത്രീകളെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. അവരിൽ ഭൂരിഭാഗവും പ്രാർത്ഥിക്കുന്ന സ്ത്രീകളായിരുന്നു. അതിൽ ഒന്ന് ഹന്ന. ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഹന്നായുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയപ്പോ സാമുവേല് ജനിക്കുകയാണ്. എസ്തേർ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. ഒരു ജനത മുഴുവൻ രക്ഷ പ്രാപിക്കുന്നത് നമുക്ക് കാണുവാൻ പറ്റും. അതൊക്കെ പോട്ടെ, പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പം പരിശുദ്ധ അമ്മ മറിയം ജീവിതം ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ഇതാ കർത്താവിന്റെ ദാസി. എന്ത് സംഭവിച്ചു? രക്ഷകന്റെ ജനനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് യൂറോപ്പിന് മാത്രമല്ല, ഓസ്ട്രേലിയക്ക് മാത്രമല്ല, എല്ലാ സമസ്ത ഭൂഖണ്ഡങ്ങളിലും ഇന്ന് കഴിവുള്ള സ്ത്രീകളെ അല്ല ആവശ്യം. ഇന്ന് സഭയ്ക്ക് ആവശ്യം ദൈവ സാന്നിധ്യം വഹിക്കുന്ന ഹന്നായെ പോലെ, എസ്തേറിനെ പോലെ, പരിശുദ്ധ അമ്മയെ പോലെ പരിപൂർണ സമർപ്പണം ഏറ്റെടുക്കുന്ന സ്ത്രീകളെയാണ് ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. നിങ്ങൾ ഇന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറയുന്ന പരിപൂർണ സമർപ്പണം ഏറ്റെടുക്കുന്ന ആ നിമിഷം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയുടെ മേൽ കടന്നു വന്നതുപോലെ അത്യുന്നതന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ കടന്നു വരും. നിങ്ങളും കൃപയിൽ നിറയും എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയണം. കൃപ നിറഞ്ഞ മറിയമേ എന്ന് ദൂതൻ വിളിച്ചതുപോലെ നിങ്ങളുടെ പേരെടുത്ത് കൃപ നിറഞ്ഞ നിങ്ങളുടെ പേര് പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവ രാജ്യത്തിന്റെ അംബാസഡേഴ്സ്, അതായത് സ്ഥാനപതികളായി മാറുവാൻ നിങ്ങളെ ഓരോ സ്ത്രീകളെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിക്കുകയാണ്. നിങ്ങളുടെ ദൗത്യമാ. നിങ്ങൾ ദൈവത്തിന്റെ സ്ഥാനപതിമാരായി മാറണം, അംബാസഡേഴ്സായി മാറണം. സെന്റ് പോള് 2 കൊരിന്ത്യൻസ് 5-ാം അധ്യായം 20-ാമത്തെ വാക്യത്തില് ഞങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനപതികളാണ്. ഞങ്ങൾ വഴി ദൈവം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടുത്തുവിൻ. ഇതാണ് ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഞങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനപതികളാണ്. അതുകൊണ്ട് നമ്മുടെ യഥാർത്ഥ പൗരത്വം എന്ന് പറയുന്നത് UK-യിലല്ല, അമേരിക്കയിലല്ല, ഓസ്ട്രേലിയയിലല്ല, യൂറോപ്പിന്റെ ഒരു സ്ഥലത്തുമല്ല, സ്വർഗത്തിലാണ് എന്റെ പൗരത്വം എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. ദൈവം നമ്മെ അയച്ചിരിക്കുന്ന ഓരോ രാജ്യവും ദൈവം നമുക്ക് തന്നിരിക്കുന്ന മിഷൻ ഫീൽഡാണ്. ദൈവം നിങ്ങളെ UK-യിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലും അമേരിക്കയിലും അയർലൻഡിലും എവിടെയാണോ നിങ്ങളെ അയച്ചിരിക്കുന്നത്, ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അയക്കുന്ന മിഷൻ ഫീൽഡാണ്. ഇവിടെ ഓരോ സ്ഥലങ്ങളിലും സുവിശേഷ വൽക്കരണത്തിന്റെ ഭാഗമായി നിങ്ങൾ ഓരോരുത്തരും മാറണം. പകരം നിങ്ങൾ റീൽസ് എടുക്കാനും കഞ്ഞി വെക്കാനും പയറ് വെക്കാനും പോയാല് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ദൈവത്തിന്റെ പദ്ധതി നടക്കുകയില്ല. ഇതൊന്നും വേണ്ടെന്നല്ല പറയണത്. ഫസ്റ്റ് പ്രയോറിറ്റി ക്രിസ്തുവിനായിരിക്കണം. കാരണം നിങ്ങൾ സാധാ മക്കളല്ല, ദൈവത്തിന്റെ സ്വന്തം ജനവും രാജകീയ പുരോഹിത വർഗവുമാണെന്ന് മറന്നു പോകരുത്. ദൈവത്തിന്റെ സ്ഥാനപതികളാണെന്നുള്ള ആ ഒരു നിങ്ങൾ ആ ഒരു അനുഗ്രഹം നിങ്ങളുടെ മേൽ എടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. ഓരോ സ്ഥലത്തും, അത് ഇടവകകളിലാകാം, സഭയിലാകാം, വനിതകളുടെ കൂട്ടായ്മകള്, ഓരോ സ്ഥലങ്ങളിലും പ്രാർത്ഥനാ കേന്ദ്രങ്ങളായി വളരണം. പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മകളായി വളരണം. അതായത് ഓരോ സ്ഥലത്തുമുള്ള കൂട്ടായ്മകള് ഓരോ സൈന്യഗണമായി വളരണം.
അതായത് യുദ്ധത്തിന് സജ്ജമാകുന്ന മിലിറ്ററി ഗ്രൂപ്പ് പോലെ നിങ്ങൾ വളരണം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിങ്ങൾ ഉണർന്നെഴുന്നേൽക്കണം. ഒരു സ്ഥലത്ത് ഒരു പ്രശ്നമുണ്ട് എന്ന് കാണുമ്പം നിങ്ങൾ അവിടെ കൂട്ടായി ഇരുന്നിട്ട് അവിടെയുള്ള ആ പ്രതിസന്ധികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഒരു ആത്മീയ യുദ്ധത്തിന് സജ്ജമാകുന്ന വിധത്തില് ആത്മീയ വളർച്ചയുടെ വേദിയായി വനിതാ കൂട്ടായ്മകള് മാറണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുന്ന ശുശ്രൂഷ വേദിയൊരുക്കണം. യുവതലമുറയെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ഒരു പാലമായി ഈ കൂട്ടായ്മകളും മാറണം. യൂറോപ്പിലും UK-യിലും ക്രിസ്തുവിന്റെ സാക്ഷിയായി നിങ്ങൾ മാറണം. സാക്ഷ്യമായി നിങ്ങൾ നിലകൊള്ളണം. അതുകൊണ്ട് ഇന്ന് ഒരു ആത്മപരിശോധന നിങ്ങൾ ചെയ്യണമെന്നാണ് വളരെ വിനീതമായി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുക. അതിലൊന്ന്, നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കണം, ദൈവം എനിക്ക് നൽകിയ ദൗത്യം എന്താണ്, അല്ലെങ്കിൽ എന്തിനാണ്? എൻ്റെ ജീവിതമാകാം, ഞാൻ നിലനിൽക്കുന്ന വനിതാ കൂട്ടായ്മയാകാം, ഇത് മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നുണ്ടോ? അതായത് എൻ്റെ പെരുമാറ്റം, എൻ്റെ പ്രവർത്തന രീതികൾ ഒരു വ്യക്തിയെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാൻ സാധിക്കുന്നുണ്ടോ? എൻ്റെ മക്കള് എന്നിൽ നിന്നും വിശ്വാസം പഠിക്കുന്നുണ്ടോ? ഞാൻ, അതുമല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തി ഒരു സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ടോ? അതോ സമൂഹം അല്ലെങ്കിൽ സമൂഹത്തിലെ ചില വ്യവസ്ഥിതികൾ എന്നെയാണോ സ്വാധീനിക്കുന്നത്? ഞാൻ വേദനയോടുകൂടി ചില കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഇന്ന് UK എടുക്കാം, അല്ലെ ഏത് രാജ്യം എടുത്താലും നിരവധി കുടുംബങ്ങൾ വേദനയിലാണ്. നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്നതൊന്നും ഒരുപക്ഷെ നമ്മൾ അറിയണമെന്ന് നിർബന്ധമില്ല. ഈ കഴിഞ്ഞ നാളില് മനോരമ ഓൺലൈനില് ഈ UK-യിൽ നടക്കുന്ന കുടുംബപരമായി അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിൽ ഉണ്ടായ പാളിച്ചകളുടെ ഒരു ബൈ പ്രോഡക്റ്റായി ജയിലിൽ കിടക്കുന്ന നിരവധി മലയാളികളെ കുറിച്ചുള്ള ഒരു ഫീച്ചർ മനോരമ ഓൺലൈനിൽ വന്നിരുന്നു. ഒരു പെൺകുട്ടി ഭർത്താവിനെ പേടിപ്പിക്കാൻ വേണ്ടി കയ്യിൽ ഇങ്ങനെ കത്തിവെച്ച് വരയുകയോ മുറിക്കുകയോ ഒക്കെ ചെയ്തു. ഭർത്താവ് വന്നിട്ട് പറഞ്ഞു, അങ്ങനെയല്ലടി മുറിക്കേണ്ടതെന്ന് പറഞ്ഞ് കൈ അങ്ങോട്ട് മുറിച്ചു, വെയിൻ അങ്ങ് കട്ട് ചെയ്തു. ഭർത്താവ് ഇപ്പം ജയിലിലാണ്. നിരവധി പേര് ഇന്ന് ജയിലിലാണ്. എവിടെയാണ് പ്രശ്നം? ഇന്ന് താന്നു കൊടുക്കുവാൻ സ്ത്രീ സമത്വവും എന്താ പറയുക എല്ലാം നമ്മൾ ഉയർത്തിപ്പിടിക്കുമ്പം എവിടെയോ ആത്മീയമായി ഒരു തകരാറ് കുടുംബ ജീവിതങ്ങളിലെ വ്യക്തി ജീവിതങ്ങളിലൊക്കെ കടന്നു വരികയാണ്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വിള്ളലുകൾ കൊണ്ടുവരുന്നത് ആരാണ്? ഇനിമേൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണ് എന്ന് പറഞ്ഞ് സഭയിലൊരു വിശ്വാസത്തിൽ യേശുക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങളോട് ഉടമ്പടി ചെയ്തുകൊണ്ട് വിവാഹമെന്ന കൂദാശയിലൂടെ ഒന്നിച്ചു ചേരുന്ന കുടുംബങ്ങളിൽ വിള്ളൽ കൊണ്ടുവരുവാൻ ഒരാൾക്കേ സാധിക്കത്തുള്ളൂ. ദൈവത്തിന്റെ പദ്ധതിക്കെതിരെ പ്രവർത്തിക്കുന്ന അന്ധകാരത്തിന്റെ ശക്തി അഥവാ സാത്താനിക ശക്തികളെന്ന് തിരിച്ചറിഞ്ഞ് കുടുംബങ്ങൾ ഒന്നിച്ചു നിൽക്കേണ്ട ആവശ്യകതയ്ക്ക് സ്ത്രീകൾ മുന്നിട്ടിറങ്ങിയേ മതിയാകൂ. ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ ദൈവം ആദ്യം സൃഷ്ടികർമ്മം നടത്തുമ്പോൾ ഉൽപ്പത്തി 1-ാം അധ്യായം 26-27 വാക്യങ്ങളിലൂടെ നമ്മൾ വായിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്തു? ത്രിയേക ദൈവം ഒരുമിച്ചെടുക്കുന്ന തീരുമാനമാണ് മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന്. എന്നാൽ ദൈവം ആത്മാവായ മനുഷ്യനെ സൃഷ്ടിക്കുമ്പം സ്ത്രീയും പുരുഷനും ഒന്നായിരുന്നു. പിന്നീട് മണ്ണുകൊണ്ട് ഒരു ശരീരമുണ്ടാക്കി അതിനകത്ത് ആത്മാവിനെ നിക്ഷേപിച്ച് ആ ശരീരത്തിൽ, അതായത് ആദം എന്ന് പറയുന്ന മനുഷ്യന് ദൈവം ശരീരം കൊടുത്ത് ആ ശരീരത്തിൽ നിന്നും വാരിയെടുത്ത് സ്ത്രീയെ സൃഷ്ടിച്ച് പിന്നീട് ആദവും ഹവ്വയും ആദ്യം അവർ ഒന്നായിരുന്നു, പിന്നീട് 2 ശരീരമാക്കി,
പിന്നീട് വിവാഹം എന്ന കൂദാശയിലൂടെ അവര് ഒന്നിച്ച് ചേരുകയാണ്. ആദവും ഹവ്വയും ഒന്നിച്ചു ചേരുമ്പോൾ ദൈവം പറഞ്ഞു, ഇനിമേൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണ്. ആ ഒന്നാകലിന്റെ ശുശ്രൂഷ എന്ന് കുടുംബത്തിൽ ഇല്ലാതെയാകുന്നുവോ അന്ന് അവിടെ അന്ധകാര ശക്തികൾ കയറാൻ ശ്രമിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങൾ എന്താ പറയുക, വിവാഹ മോചനത്തിന്റെ വക്കിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഇന്ന് തീരുമാനത്തെ നിങ്ങൾ മാറ്റണം. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന് യേശുക്രിസ്തു പറഞ്ഞത് നിങ്ങളുടെ ഹൃദയത്തിൽ എടുക്കുക. ചിലപ്പം ഭർത്താവ് മദ്യപാനി ആയിരിക്കാം, നിങ്ങളെ സ്നേഹിക്കാത്ത വ്യക്തിയായിരിക്കാം. പക്ഷേ കുടുംബം എന്ന് പറയുന്നത് സ്ഥാപിച്ചത് ദൈവമാണെങ്കിൽ ദൈവത്തിന്റെ തീരുമാനത്തിനപ്പുറമായി ഒന്നും നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകരുത്. കുടുംബ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്നേഹമോ പണമോ വിദ്യാഭ്യാസമോ സമ്പത്തോ ഒന്നുമല്ല. അത് കുടുംബത്തെ സൃഷ്ടിച്ച ദൈവത്തിന്റെ തീരുമാനമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. കുടുംബം സ്ഥാപിച്ചത് ദൈവമാണെങ്കിൽ ആ ദൈവത്തിന്റെ തീരുമാനമാ നിങ്ങൾ മരണം വരെ ഒന്നിച്ച് ജീവിക്കണമെന്നുള്ളത്. അതുകൊണ്ട് എന്താ പറയുക, ഭർത്താവ് ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ മുട്ടുമടക്കി ദൈവത്തോട് നിങ്ങൾ പറ, ഒരു യഥാർത്ഥ ഭാര്യയായി, ദൈവത്തിന്റെ വചനമനുസരിക്കുന്ന ഭാര്യയായി നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചിട്ട് നിങ്ങൾ എതിർക്കരുത്. ഭർത്താവിനെതിരെ എതിർക്കാൻ നിങ്ങൾ പോകരുത്. നിങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കി കർത്താവിനോട് നിങ്ങൾ സംസാരിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളെ എന്താ പറയുന്നത്, അനുഗ്രഹിക്കും, അല്ലേ? അതുപോലെ മക്കളിൽ പ്രതികൂലങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ജീവിത സാഹചര്യങ്ങളിൽ, വിവാഹ ജീവിതത്തിന് മുമ്പ് ചില അശുദ്ധകരമായ കൂട്ടുകെട്ടുകളോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയില്ലാത്ത സാഹചര്യങ്ങളിലൂടെ, ലൈംഗിക പാപങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് കുമ്പസാരിച്ച് വിശ്വാസത്തിന്റെ ആ ഒരു അഭിഷേകത്തിലേക്ക് തിരികെ വന്ന് ആ കാലഘട്ടത്തിൽ, അതായത് ഒരു വിശുദ്ധമല്ലാത്ത ജീവിത സാഹചര്യങ്ങളിൽ ജീവിച്ച് പിന്നീട് വിവാഹം എന്ന കൂദാശയിൽ ഒന്നു ചേർന്ന് ആ മലിനകരമായ സാഹചര്യങ്ങളിൽ കുഞ്ഞ് ജനിച്ചുവെങ്കിൽ അവിടെ എന്താ പറയുക, സാത്താന നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു പ്രതികൂലം സൃഷ്ടിച്ചു. അത് കർത്താവിന്റെ മുമ്പിൽ ഒന്ന് ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നമുക്ക് മാപ്പി ചോദിക്കേണ്ട ഒരു സമയമാണ്. അപ്പൊ മക്കള് നമ്മൾ കാണുന്നതിനപ്പുറമായി ഒരു പിടിവിട്ടു പോകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഇന്ന് ഈ യൂറോപ്പിന്റെ ഈ ഒരു UK മണ്ണിൽ നടക്കുന്ന മറ്റൊരു കാര്യം, ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസം തെറ്റാണ് എന്ന് പഠിപ്പിക്കുന്ന അന്യവിശ്വാസത്തിന്റെ കെണിയിൽപ്പെട്ട് ജീവിതം നഷ്ടമാകുന്ന യൗവനങ്ങളെ നമ്മൾ കൂട്ടിമുട്ടേണ്ടി വരും. ചില മാതാപിതാക്കൾ വേദനയിലൂടെ കടന്നു പോകുന്നുണ്ട്. ചില നമ്മുടെ എന്താ പറയുക, വിശ്വാസത്തിൽ മാമോദീസ സ്വീകരിച്ച കുഞ്ഞുങ്ങള് ഇന്ന് മതം മാറി മറ്റു വിശ്വാസങ്ങളിലേക്ക് കടന്നു പോകുന്ന കാലഘട്ടം. പണം കൊടുത്തും മറ്റു സാധ്യതകളിലുമൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോകുന്ന സാഹചര്യങ്ങൾ ഇന്ന് ഈ രാജ്യങ്ങളിൽ നിലനിൽക്കുന്നു എന്ന സത്യം നിങ്ങൾ മറന്നു പോകരുത്. പ്രണയത്തിലൊക്കെ പെടുത്തി മാതാപിതാക്കളിൽ നിന്നും മക്കളെ അകറ്റിക്കൊണ്ടുപോകുന്ന പ്രതികൂല സാഹചര്യങ്ങളോട് നടക്കുമ്പോൾ പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങൾ മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ട സമയം അതിക്രമിച്ചു. എന്തുകൊണ്ട് മറ്റു സഭയിലുള്ള മറ്റു എന്താ പറയാ വിശ്വാസത്തിൽപ്പെട്ടവരെ വിവാഹം ചെയ്തുകൊണ്ട് നമ്മുടെ മക്കള് യാതൊരു ഉളുപ്പുമില്ലാതെ കടന്നു വരുന്നു? പഠിപ്പിച്ചു കൊടുക്കാത്തതിന്റെ ഫലമാണോ? ഒന്ന് തെറ്റുതിരുത്തിയ കുഞ്ഞുങ്ങളെ ഒന്ന് തെറ്റുതിരുത്താനൊന്ന് ശ്രമിച്ചാല് അവർ കേസ് കൊടുക്കുന്ന സാഹചര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. വിശ്വാസത്തിന്റെ എന്താ പറയുന്നത്, അവിശ്വാസത്തിന്റെ തലത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നതിന്റെ കാരണം യേശുക്രിസ്തു ദൈവമാണ് എന്നറിയാത്തത് കൊണ്ടാണ്. ഒന്നാം പ്രമാണ ലംഘനമാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന് പുറപ്പാട് 20:1 ബൈബിള് പറഞ്ഞത് മറന്നു പോകാതെ നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. മതം മാറുന്ന യൗവനങ്ങൾ, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുക. നമ്മുടെ യൗവനങ്ങളെ തട്ടിക്കൊണ്ടു പോകുവാൻ നോക്കുന്ന സാഹചര്യങ്ങൾ വർദ്ധിച്ചു വരികയാണ്. കൂടെ പഠിക്കുന്നവർ പോലും എന്താ പറയുന്നത്, പലരെയും വഴിതെറ്റിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് കടന്നു പോകുന്നുണ്ട്. ഉത്തരവാദിത്തപ്പെട്ടവരെ നിശബ്ദമായിരിക്കുമ്പം പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, അപകടം പടിവാതിൽക്കൽ പതിയിരിക്കുന്നു എന്ന് മറക്കരുത്.
പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട അമ്മമാരെ, ദൈവം നിങ്ങളെ യൂറോപ്പിൽ എത്തിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഭൂഖണ്ഡത്തിൽ എത്തിച്ചിരിക്കുന്നത് വെറും ഒരു ജീവിതം നയിച്ച് കടന്നു പോകാനല്ല. നിങ്ങളിലൂടെ ഒരു ദൗത്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നിർവഹിക്കുവാനുണ്ട്, പൂർത്തീകരിക്കുവാനുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ അഡ്രസ് അല്ലെങ്കിൽ നിങ്ങളുടെ വിലാസം എന്ന് പറയുന്നത് അമേരിക്കയിലായിരിക്കാം, ഓസ്ട്രേലിയയിലായിരിക്കാം, യൂറോപ്പിലായിരിക്കാം. പക്ഷെ നിങ്ങളുടെ നിയോഗം എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്നുള്ളതാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ നിയോഗം അത് വളരെ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കൊരു വലിയ ദൗത്യമുണ്ട്, നിങ്ങൾക്കൊരു വലിയ നിയോഗമുണ്ട്. അതുകൊണ്ട് ആ നിയോഗത്തെ നിങ്ങളൊരു വലിയ വിഷനാക്കി എടുക്കണം. പഴയ നിയമത്തിലേക്ക് പോയാൽ എസ്തേറിന്റെ പുസ്തകം അത് പഠിക്കണം. എസ്തേറിനെ പോലെ നമ്മൾ മാറിമറിയണം. നിങ്ങൾ എസ്തേറിന്റെ പുസ്തകം 4-ാമത്തെ അധ്യായം എടുക്കണം. 4-ാമത്തെ അധ്യായം നിങ്ങൾ എടുക്കണം, അത് പഠിക്കണം. അവിടെ എസ്തേർ ഒരു വലിയ ജനത്തിന്റെ വിഷയത്തിന് വേണ്ടി മാധ്യസ്ഥ ആയി മാറുകയാണ്. ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നത്, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം 14-ാമത്തെ വാക്യം എടുക്കണം. മൊർദെഖായി വന്ന് ചോദിക്കുകയാണ്, ഇതുപോലൊരു സമയത്ത് നീ മൗനം പാലിച്ചാൽ യഹൂദർക്ക് മറ്റൊരിടത്തു നിന്നും ആശ്വാസവും മോചനവും വരും. പക്ഷെ നീയും നിന്റെ പൃഥുഭവനവും നയിക്കും. ഇത്തരം ഒരു കാലത്തേക്കായിട്ടല്ലേ നിന്നെ രാജ്ഞി സ്ഥാനത്ത് വന്നിരിക്കുന്നതെന്ന് ആർക്കറിയാം? അതായത് എസ്തേർ ആ സമയത്ത് രാജാവിന്റെ പത്നിയാണ്, രാജ്ഞിയാണ്. അപ്പൊ ഇതുപോലൊരു പ്രതികൂലം യഹൂദ ജനം നേരിടുന്ന സമയത്ത് നിന്നെ അതിനുവേണ്ടിയാണ് ദൈവം രാജ്ഞിയാക്കി മാറ്റിയിരിക്കുന്നത് എന്ന് മൊർദെഖായി പറയുമ്പോൾ എസ്തേർ മൊർദെഖായിയോട് പറയുന്ന മറുപടി അടുത്ത വാക്യത്തിൽ എസ്തേർ 4:15 നമുക്ക് കാണാം. ഉപവസിക്കണം, 3 ദിവസം രാത്രിയും പകലും എന്തെങ്കിലും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ അരുതെന്ന് പറഞ്ഞ് ആ ജനം ദൈവത്തിന്റെ സന്നിധിയിൽ എന്ത് ചെയ്തു? പ്രാർത്ഥനയും ഉപവാസവുമായി ദൈവസന്നിധിയിൽ ഇരുന്നു. അപ്പം ഈ എസ്തേർ നമ്മുടെ മുമ്പിൽ ഒരു മാതൃക കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഇത് ദൈവം നമുക്ക് തരുന്ന ഒരു മുന്നറിയിപ്പായി കരുതുക, അല്ലെങ്കിൽ നമുക്ക് തരുന്ന ഒരു മാതൃകയായി കരുതുക. വനിതകളുടെ കൂട്ടായ്മ ദൈവം തെരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ ദൈവം തെരഞ്ഞെടുത്ത എസ്തേറുമാരുടെ കൂട്ടായ്മയായി മാറണം. മറ്റൊരു എസ്തേറായി ഓരോ വനിതകളും സഭയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി മാറി മറിയണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. എസ്തേറിന്റെ പ്രാർത്ഥന 14-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇസ്രയേലിന്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്റെ കർത്താവേ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രാജാവ്, അങ്ങല്ലാതെ മറ്റൊരു തുണയില്ല. നമ്മൾ പറയണം. അതുകൊണ്ട് ഇന്നത്തെ ഓരോ വനിതാ കൂട്ടായ്മയിലുള്ള മെമ്പേഴ്സും ഉണർന്നെഴുന്നേറ്റിട്ട് പറയണം, യേശുക്രിസ്തു അല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു ദൈവമില്ല. ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, ഞാൻ ഈ വചനത്തിൽ വിശ്വസിക്കുന്നു, ഈ വചനം സത്യമാ, യേശു സത്യമാ, എന്റെ ജീവിതം എന്റെ യേശുക്രിസ്തുവിനായി ഞാൻ വിട്ടുതരുന്നു. പരിശുദ്ധ സഭയിൽ ഞാൻ അനുഗ്രഹമായി മാറുവാൻ, എന്റെ കുടുംബം അനുഗ്രഹമായി മാറുവാൻ, എന്റെ തലമുറകൾ അനുഗ്രഹമായി മാറുവാൻ. കർത്താവേ, എനിക്ക് യേശുക്രിസ്തുവിലല്ലാതെ മറ്റൊരിടത്തും ആശ്രയിക്കുവാനില്ല. നീ മാത്രമാണ് ഏക രക്ഷകൻ, നീ മാത്രമാണ് ഏക സത്യദൈവം, നീ മാത്രമാണ് നിത്യജീവന്റെ അവകാശം ഞങ്ങൾക്ക് തരുന്ന ഏക ദൈവം എന്ന് വിളിച്ചു പറയണം. അതുകൊണ്ട് സഭയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, പുതിയ തലമുറയ്ക്ക് വേണ്ടി, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ വിശ്വാസത്തിൽ ഒരു പുതിയ തലമുറ എഴുന്നേൽക്കുവാൻ, യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് നമ്മൾ ഓരോരുത്തരും നിത്യജീവന്റെ അവകാശികളായി മാറുവാൻ, നമ്മുടെ തലമുറ നിത്യജീവന്റെ അവകാശികളായി മാറുവാൻ ദൈവത്തിന്റെ സന്നിധിയിൽ എസ്തേറിനെ പോലെ പ്രാർത്ഥിക്കുന്ന വനിതകളായി നിങ്ങൾ ഓരോരുത്തരും മാറണമെന്നുള്ളത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ, എന്റെ ജീവിതത്തിലൂടെ അങ്ങയുടെ ദൗത്യം തിരിച്ചറിഞ്ഞ് സഭയെ പണിതുയർത്തുന്ന, എന്റെ കുടുംബം അനുഗ്രഹമാകുന്ന, എന്റെ തലമുറയെ അനുഗ്രഹിക്കുന്ന വിധത്തിൽ ഒരു പാനപാത്രമായി, അങ്ങയുടെ ഒരു ഉപകരണമായി എന്നെ ഉപയോഗിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. അത് യൂറോപ്പിൽ താമസിക്കുന്നവർക്ക് മാത്രമല്ല, യൂറോപ്പിലും അമേരിക്കയിലും ഇന്ത്യയിലും UK-യിലും ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും മിഡിൽ ഈസ്റ്റിലും എല്ലാം ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ജനമായി നമ്മുടെ തലമുറകൾ കടന്നു വരണം. ഈ നമ്മൾ നിലനിൽക്കുന്ന രാജ്യത്തിന് വേണ്ടി, ആ രാജ്യം ക്രിസ്തുവിനെ അറിയുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം.
അതായത് ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുന്നവരായി ഓരോ രാജ്യത്തും ഓരോ വനിതകളുടെ കൂട്ടായ്മകളും മാറണമെന്നും ആ കൂട്ടായ്മയെ വളർത്തി വലുതാക്കണമെന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. വലിയ സ്വപ്നങ്ങൾ നിങ്ങൾ കാണണം. ആ വലിയ സ്വപ്നങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരു ആത്മീയമായ സമരമുഖത്ത് ക്രിസ്തുവിന്റെ, അതായത് എഫേസ്യ ലേഖനം 6-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ ക്രിസ്തുവിന്റെ രക്ഷയുടെ പടത്തൊപ്പി അണിയുന്ന, വിശ്വാസത്തിന്റെ പരിചകൾ എടുക്കുന്ന, ദൈവവചനത്തിന്റെ, അതായത് ആത്മാവായ വചനത്തിന്റെ വാളെടുക്കുന്ന ധീര വനിതകളായി പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ സഭയെ സംരക്ഷിക്കുവാൻ, ദൈവരാജ്യത്തിനു വേണ്ടി പോരാടുന്ന ആത്മീക സൈനികരായ സ്ത്രീകളായി നിങ്ങൾ ഓരോരുത്തരും മാറണം. അതായിരിക്കണം ഇനിയുള്ള നിങ്ങളുടെ ദൗത്യം എന്ന് സെന്റ് പോൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സെന്റ് പോൾ വീണ്ടും പറയുന്നു, 2 തിമോത്തി 2-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ, യേശു ക്രിസ്തുവിന്റെ നല്ല പടയാളികളെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കണം. ഇവിടെ ദൈവത്തിന് ജന്മേ സഭയ്ക്ക് വേണ്ടി കഷ്ടപ്പാടുകൾ, അടുത്ത തലമുറയ്ക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചില കഷ്ടപ്പാടുകൾ ഏറ്റെടുക്കണമെന്ന് ദൈവാത്മാവ് പറയുകയാണ്. ദൈവം സ്ത്രീകളെ ബലഹീനരായി സൃഷ്ടിച്ചിട്ടില്ല. കൃപയാൽ ശക്തരായ ആത്മീയ സൈനികരായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. പ്രാർത്ഥനയാണ് നിങ്ങളുടെ ആയുധം, വിശ്വാസമാണ് നിങ്ങളുടെ കവചം, ക്രിസ്തുവാണ് നിങ്ങളുടെ സേനാനായകൻ. അതുകൊണ്ട് എഫേസ്യ ലേഖനം 6-10 കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തു പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവ് പറയുമ്പം നിങ്ങൾ വെറും സ്ത്രീകളായി നിങ്ങൾ കാണരുത്. യേശു ക്രിസ്തുവിന്റെ ആത്മീയ സൈന്യത്തിലെ യോദ്ധാക്കളാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന് തിരിച്ചറിയണം. ആ ബോധ്യത്തിൽ നിങ്ങളുടെ കൂട്ടായ്മയെ നിങ്ങൾ ബലപ്പെടുത്തണം. ഹല്ലേലൂയ. അന്ധകാരത്തിന്റെ ശക്തികൾക്കെതിരെ യുദ്ധം ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങളെ വിളിച്ചവന്റെ നന്മകൾ പ്രകീർത്തിക്കുവാൻ, അതായത് സുവിശേഷം പറയുവാൻ ദൈവാത്മാവ് നിങ്ങളെ വിളിക്കുകയാണ്. ദൗത്യം തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള ഒരു കരുത്ത് ഇന്ന് നിങ്ങൾക്കുണ്ടാകണം. അതുകൊണ്ട് അവസാനമായി ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു കുടുംബ പശ്ചാത്തലം ആദ്യമായി നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഏറ്റെടുക്കണം. പ്രാർത്ഥിക്കുന്ന വനിതകളായി നിങ്ങൾ മാറണം. പ്രാർത്ഥന യൂറോപ്പിന്റെ മാത്രമല്ല, അമേരിക്കയുടെ മാത്രമല്ല, ഓസ്ട്രേലിയയുടെ മാത്രമല്ല, നമ്മുടെ സഭയുടെ, നമ്മുടെ കുടുംബത്തിന്റെ തന്നെ ആത്മീയമായ ഭാവി മാറ്റി എഴുതുമെന്ന് നിങ്ങൾ തിരിച്ചറിയുക. യേശുക്രിസ്തു ജീവിക്കുന്ന ദൈവമാണെന്നുള്ള ഒരു അനുഭവം നമ്മുടെ മക്കളിൽ വളർത്തിയെടുക്കണം. അല്ലെങ്കിൽ ആ അനുഭവഭേദ്യമാകുന്ന വിധത്തിൽ യേശുക്രിസ്തുവിനെ കുഞ്ഞുങ്ങൾക്ക് രുചിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ അവരെ അത് പഠിപ്പിച്ചു കൊടുക്കുവാനുള്ള ഒരു തീഷ്ണത നമുക്കുണ്ടാകണം. കുരിശിലെ സ്നേഹം പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കണം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ സ്ത്രീകളുടെ കൂട്ടായ്മകൾ വളരണം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, തമാശകളും എന്താ പറയുക, ഫണ്ണുമൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാം. നിങ്ങൾക്ക് വിനോദയാത്ര പോകാം, നിങ്ങൾക്ക് ഡാൻസ് കളിക്കാം, നിങ്ങൾക്ക് പാട്ട് പാടാം, നിങ്ങൾക്ക് റീൽസ് എടുക്കാം. ഒന്നിനും എന്താ പറയുന്നത് കുഴപ്പമില്ല. പക്ഷെ അതിന്റെ ഒരു പരിധി വിട്ട് ഒന്നും പോകരുത്. നെഗറ്റീവായിട്ട് നിങ്ങൾ പറയുന്ന ഓരോ വാക്കിനും നിങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും. കാരണം ദൈവം വചനം പറഞ്ഞാണ് സകലതും സൃഷ്ടി നടത്തിയത്. നിങ്ങൾ നെഗറ്റീവായിട്ട് പറയുന്നത്, നിങ്ങൾ തെറ്റായി പറയുന്നത് സൃഷ്ടി നടത്തുവാൻ കാരണമാകുമെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. അതുകൊണ്ട് കുടുംബം അടിസ്ഥാനപരമായി ദൈവത്തിന്റെ ആലയമാക്കി മാറ്റണം. ഒരു തലമുറയെ രക്ഷിക്കാനുള്ള വിളിയും നിയോഗവും ദൗത്യവും നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ നിഷ്ക്രിയമായോ നിശബ്ദമായോ കടന്നു പോകരുത്. നിങ്ങൾ യേശുക്രിസ്തുവിന്റെ സാക്ഷിയായി സഭയില്, അതുമല്ലെങ്കിൽ ലോകം മുഴുവൻ ഒരു സ്ത്രീ ശാക്തീകരണത്തിന്റെ കൂട്ടായ്മ, ദൈവരാജ്യ മഹത്വത്തിന് വേണ്ടി നിലകൊള്ളുവാൻ നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്ത്രീകള് ഇന്ന് ഈ സഭയുടെ അനുഗ്രഹമാണ്. സ്ത്രീ കൂട്ടായ്മകള് സഭയെ പടുത്തുയർത്തുവാൻ, അടുത്ത തലമുറയെ വളർത്തിയെടുക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരുന്ന ഉത്തരവാദിത്വമാണ് നിങ്ങളുടെ ദൗത്യം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് ശക്തിയോടെ ഒരുമിച്ച് നിൽക്കണം. ഒരുമിച്ച് നിൽക്കുവാനുള്ള ഒരു തീഷ്ണത നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളുടെ മറ്റൊരു ദൗത്യവുമായി വീണ്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അനുവദിച്ചാൽ വീണ്ടും നമ്മൾ നിങ്ങളോട് സംസാരിക്കും. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ. ആമേൻ.